കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണവുമായി മന്ത്രി എം പി രാജേഷ്. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന്റെ പേരിൽ പിരിച്ച പണം ഉപയോഗിച്ചാണ് ലക്ഷ്യ ക്യാമ്പ് വയനാട്ടിൽ നടത്തിയതെന്നാണ് ആരോപണം. കൊടിയ വഞ്ചനയാണ് ദുരന്തബാധിതരോട് കോൺഗ്രസ് കാണിച്ചതെന്നും മന്ത്രി വിമർശിച്ചു. ഈ വീട് നിർമ്മാണത്തിന്റെ പേരിൽ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ഉൾപ്പെടെ വൻതോതിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ആ പണപ്പിരിവിന്റെ കണക്കുകൾ വെളിപ്പെടുത്തണം. ആ പണം എന്തു ചെയ്തു എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ തീരൂ. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ ലക്ഷ്യ ക്യാമ്പ് വയനാട്ടിൽ നടത്തിയത്? ആ പണം എന്താണ് ചെയ്തത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ വഞ്ചിച്ച് നടത്തിയ വലിയ തട്ടിപ്പ്, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആ പ്രശ്നത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ അരുൺ ഇത്. ശ്രുതി, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുൻവശത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വളരെ 30 സെക്കൻഡുകൾ കൊണ്ട് തന്നെയാണ് 300 വീടുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ നാളിതുവരെയുമായിട്ട് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ എം പി രാജേഷ് ഇന്നിപ്പോൾ രൂക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ജനുവരി മാസം 10-ാം തീയതി വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ ജനുവരി 13-ആയി. ഇതിനോടകം ഇതുവരെയും ഒരു വീട് പോലും നിർമ്മിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ മുണ്ടക്കൈ ചൂരൽമല ജനങ്ങളോട് കൊടിയ വഞ്ചനയും ചതിയുമാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പണം എന്തു ചെയ്തു, ആർക്കാണ് നൽകിയത്, എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് വ്യക്തത വരുത്തണം. കാരണം ഇതിന്റെ പേരിൽ ഒരു ആപ്പ് ഉണ്ടാക്കി, ആ ആപ്പ് ഉണ്ടാക്കിയതിനു ശേഷം പണം പിരിച്ചെടുത്തു. ആ പണം എന്തു ചെയ്തു എന്നുള്ളതാണ് എം പി രാജേഷ് ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല തീയതികൾ ഇതിനായിട്ട് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചു. കാരണം ഡിസംബർ മാസം 28-ാം തീയതി ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് പിന്നീട് ജനുവരി 10-ലേക്ക് മാറ്റിയത്. എന്നിട്ടും ഇതുവരെയും നാളിതുവരെയുമായിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല. ഇതിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയ പരിപാടി എന്താണ് സംഭവിച്ചെന്നുള്ളത് വ്യക്തത വരുത്തണം. മറ്റൊന്ന്, ഇങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തന്നെ ഇതിൽ നിന്നും പിന്മാറിപ്പോകില്ല. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ എം പി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസ് നേതൃത്വം വളരെ അഭിമാനപൂർവ്വം പല ഘട്ടങ്ങളിലായിട്ട് അവർ അവകാശവാദം ഉന്നയിച്ചതാണ് ആ ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നുള്ളത്. അതിൽ ലീഗിന്റെ അടക്കം കണക്കുകൾ സഹിതമാണ് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. അത് 300 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നുള്ളതാണ്. ബാക്കി 100 വീടുകളല്ലേ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്നത്. എന്നിട്ടും ഇതുവരെയുമായിട്ടും ഈ വീടുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.